വഹിച്ചു എന്നെ തിരുഗീതമോ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. സുനിതാവേ, ഞങ്ങളുടെ കണ്ണുകൾക്ക് പറഞ്ഞിരിക്കുന്നവരെ അങ്ങേ അറിയുന്നത് തന്നെ നിത്യജീവനെന്ന് അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. 2000 വർഷം മുമ്പ് അവിടുത്തെ പുത്രൻ ഞങ്ങൾക്കായി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് എത്രമാത്രം പ്രാപ്തിയുണ്ടെന്ന് നമ്മൾ അറിയുന്നുവല്ലോ. പ്രത്യേകിച്ചും ഈ മഹാമാരി കാലഘട്ടത്തിൽ ആയിരങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയതായി അവർ വ്യക്തമായിട്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചത് ഗുണം, ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ഗുണം എന്ന് പറഞ്ഞ് അനേകരുടെ ഉള്ളങ്ങൾ പിന്മാറ്റത്തിലോട്ട് പോയിരിക്കാതെ അറിയുന്നില്ല. അങ്ങയുടെ വചനത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളിൽ വിഭവക്കാലം തുറക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് പോലും മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ ഞങ്ങൾ കാണുന്നു. അപ്പ അവരുടെ അടുക്കൽ കർത്താവ് പോയി അവരെ മടക്കി പിടിച്ച് തിരുവഴുത്തിനെ തിരിച്ചറിയുവാൻ അവരുടെ ബുദ്ധികൾ തുറന്ന് അവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകർന്നപ്പോൾ അവർ പിന്നീട് അവർ മീൻ പിടിക്കാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ബുദ്ധികൾ ഒന്ന് തുറക്കണമേ. നദിയുടെ പുഴവക്കത്ത് അനേകം സ്ത്രീകളുണ്ടായിരുന്നുവെങ്കിലും, അനേകം സ്ത്രീകൾ പൗലോസിന്റെ വാക്ക് കേട്ടെങ്കിലും ഒരു സ്ത്രീയുടെ ഹൃദയം മാത്രമല്ല അന്ന് തുറന്നത്, രുതിയുടെ ഹൃദയം. അവൾ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് അവളുടെ ഹൃദയത്തെ തുറന്നു. വിഭാഗക്കാലം ആരെല്ലാം അവരുടെ വചനത്തെ ശ്രദ്ധിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അവനെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്കാലത്തിൽ, ഈ ദുർഘട സമയങ്ങളിൽ അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ, വ്യക്തിഗതമായി, കുടുംബമായി, സമൂഹമായി, സഭയായി അപ്രകാരം മുന്നേറട്ടെ. വിഭാഗക്കാലം അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ പണിയണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിനെതിരെ നിൽക്കുന്ന സകല തിന്മയുടെ വ്യാപാര ശക്തികളെ നാസറേയനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിർവീര്യമാക്കുന്നു. വിഭാഗകാലം അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തി ആകുന്നു. ക്രൂശിന്റെ വചനം 2 ഗ്രൂപ്പായി മനുഷ്യനെ മാറ്റി. ഏതാണ് ഈ 2 ഗ്രൂപ്പ്? സാധാരണ 2 ഗ്രൂപ്പ് എന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭരണപക്ഷം, പ്രതിപക്ഷം. ഇപ്പൊ ചിലടത്ത് 3 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് സഭയ്ക്കുള്ളിൽ. എന്നാൽ ക്രൂശിന്റെ വചനം 2 ഗ്രൂപ്പാണ് മനുഷ്യനെ ആക്കി മാറ്റുന്നത്. നശിച്ചു പോകുന്നവർ, രക്ഷിക്കപ്പെടുന്നവർ. നശിച്ചു പോകുന്നവർ, രക്ഷിക്കപ്പെടുന്നവർ. രക്ഷിക്കപ്പെട്ടവരെന്നല്ല, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൗലോസ് പറയുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ, രക്ഷിക്കപ്പെട്ട നമുക്കോ എന്നല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിമാണ്. നശിച്ചു പോകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് ആരും നശിച്ചു പോയിക്കാൻ വേണ്ടിയാണ്.
ആ വാക്യം നമുക്ക് വളരെ സുപരിതമാണ്. യോഹന്നാൻ 3:16 ലോകപ്രസിദ്ധമായ വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ഈ നശിച്ചു പോകുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പല്ലോണി എന്നാണ്. അതിന്റെ അർത്ഥം ദണ്ഡനം, പീഡനം എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 3:16 യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നിത്യ ദണ്ഡനം അനുഭവിക്കാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ, നിത്യദണ്ഡനം, ഈ രണ്ട് വാക്കും യേശു ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-46 മത്തായിയുടെ സുവിശേഷം 25:46 ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവനിലേക്കും പോകും. നിത്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടുണ്ട് നിത്യത: നിത്യ ദണ്ഡനം, നിത്യ ജീവൻ. അപ്പോൾ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്ക് ഗോഡ്സ് പവർ, ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് പൗലോസ് ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവമാണ് ചില കാര്യങ്ങൾ പറയുന്നത്. 2 കൊരിന്ത്യർ 11-ാം 2, 3, 4 വാക്യങ്ങളാണ്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 2 കൊരിന്ത്യർ 11-ാം 2, 3, 4 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ദൈവോടെ എഴുതുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും വേറൊരു ആത്മാവിനെങ്കിലും പ്രാപിക്കുകയോ ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. ലാസ്റ്റ് വായിക്കാം: നിങ്ങൾ പൊറുക്കുന്നത് ഉണ്ടായിരിക്കുന്നു. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. അന്ത്യനാളുകളിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും വളർന്നു, എല്ലാ സഭകളിലും വളർന്നു, എല്ലായിടത്തും അന്വേഷണം. പക്ഷെ ഇത് ഒറിജിനൽ യേശുവാണോ? ഒറിജിനൽ സുവിശേഷമാണോ? ഒറിജിനൽ ആത്മാവാണോ? വളരെ ഗൗരവമായി നമ്മൾ കാണും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 1-ാം 23. 1 കൊരിന്ത്യർ 1-ാം 23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു ആരാണ്? യഹൂദന്മാർക്ക് ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വം. എന്നാൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും, സുവിശേഷത്താൽ വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. വേറെ യേശു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നതിനെ സൗഖ്യമാക്കുന്ന യേശു, കണ്ണുനീർ തുടയ്ക്കുന്ന യേശു,
വിടുതൽ നൽകുന്ന യേശു. അവിടെ കൊണ്ട് തീരുകയാണ്. 4 സുവിശേഷങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ജനങ്ങൾ യേശുവിനെ വിശ്വസിച്ചു, രോഗശാന്തി പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു, അത്ഭുതം പ്രാപിച്ചു. പക്ഷേ ഈ യേശു ക്രിസ്തുവാണെന്ന് അവർ വിശ്വസിച്ചില്ല. യേശു ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചു. പ്രവാചകനാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് സംഭവം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോയി. സന്തോഷിച്ചല്ല പോയത്, പേടിച്ചു. 2 ശിഷ്യന്മാർ നാട് വിടുകയാണ്. കാരണം ഇനി യെരുശലേമിൽ നിന്നാൽ നിശ്ചയമായി എല്ലാവരും പിടിച്ചു പോയി. കാരണം ബോഡി കാണാനില്ല. ഉയർത്തെഴുന്നേറ്റ് നിന്നല്ല, ബോഡി കാണാനില്ല. 2 ശിഷ്യന്മാർ എമൗസിലേക്കാണ് യാത്രയായത്. ലൂക്കോസിന്റെ സുവിശേഷം 24:19 നോക്കുമ്പോൾ അവിടെ യേശു അവരുടെ കൂടെ നടക്കുകയാണ്. യേശുവാണെന്ന് അവർക്ക് അറിഞ്ഞോളൂ. യേശു ചോദിച്ചു, നിങ്ങൾ എന്ത് കാര്യമാണ് ഇങ്ങനെ സംസാരിച്ച് വളരെ ഭാരപ്പെട്ട് പോകുന്നത്? അപ്പോഴവർ പറയുകയാണ്, വായിക്കാം. ഏത് എന്ന് ചോദിച്ചതിന്, ദൈവത്തിനും സകല മനുഷ്യർക്കും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. പ്രവാചകന്മാർ കടഭാരമാക്കിയിട്ടുണ്ട്, മക്കളില്ലാത്തവർ മക്കളെ കൊടുത്തിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ഓർപ്പിച്ചിട്ടുണ്ട്. യേശു നൂറ്റാണ്ടുകൾ കാത്തിരുന്നിട്ട് വന്ന ഒരു വലിയൊരു പ്രവാചകൻ. അവർ പ്രവാചകൻ, പക്ഷെ അവർ ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ന് അനേകർ യേശുവിനെ വിശ്വസിക്കുന്നു. എന്റെ ഭാരം വഹിക്കുന്നവൻ, എന്റെ രോഗം മാറ്റുന്നവൻ, എന്നെ സൗഖ്യമാക്കുന്നവൻ ശരി തന്നെയാണ്. പക്ഷേ അടുത്തൊരു ലെവലിലേക്ക് പോകണം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. പൗലോസ് പ്രസംഗിച്ച ഏത് യേശുവാണ്? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവർ ക്രൂശിച്ചത് യേശുവിനെ അല്ല, യേശു ക്രിസ്തുവിനെയാണ്. ഞാൻ ആ ഭാവം ഒന്ന് ക്ലിയറാക്കി തരാം. ഇങ്ങനെ കൊണ്ടുപോകാൻ പൗലോസ് നിരീശ്വരവാദിയായിരുന്നില്ല, തികഞ്ഞ ആലയഭക്തനാണ്. 8-ാം നാളിൽ പരിചയനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനാണ്. ഇതൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ, സുഷ്ടാന്തി സംബന്ധിച്ച് ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ചു. ഈ പൗലോസ് ക്രിസ്ത്യാനി രക്തം തിളയ്ക്കും. ഇപ്പോഴും കുറെ പേരുടെ രക്തമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയ ദ്വേഷമൊക്കെ ഇങ്ങനെ വിത്ത് വായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ന്യായപ്രമാണമുണ്ട്. മോശയോട് ദൈവം സംസാരിച്ചു, 10 കൽപ്പന ദൈവം മോശയോട് കൊടുത്തു. നമുക്കിവിടെ ദേവാലയമുണ്ട്, നമുക്കിവിടെ വലിയ സംവിധാനങ്ങളുണ്ട്, മഹാഗുരുവന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇതിനിടയിൽ ഒഴുക്കം വന്ന്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ജീവന്റെ ലോകം, ഞാനാണ് വാതിൽ, ഞാനാണ് ജീവൻ പുനരുത്ഥാനം, ഇതൊക്കെ പറയും. ഇവനാണ് കാലി ചോദ്യത്തിൽ ജനിച്ച ഇവനാണ്. ഒരെണ്ണവന്റെ പറയാ അവരെ തിരിച്ചിരിക്കുക. അവരെ മുടിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. അങ്ങനെ തന്നെയാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയത്. സ്തഫാനസിനെ കൊന്നു, മറ്റു പലരെയും ഉപദ്രവിച്ചു. അങ്ങനെ ദമാസ്കസ്, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ കുറെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെല്ലുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ സന്ദർശിക്കുന്നത്. അപ്പോൾ പൗലോസ് എന്താണ് മനസ്സിലായത്? അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 21-22 അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 21-22 വായിക്കാം. കേട്ടവരെല്ലാം വിസ്മയിച്ചു. എന്താണ് കേട്ടത്? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. യെരൂശലേമിൽ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചവർക്കെല്ലാം നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ പിടിച്ചു കെട്ടുവാൻ മഹാപുരങ്ങളുടെ അടുത്ത് കൊണ്ടുപോകേണ്ടതിന് വന്നത്. ശക്തി പ്രാപിച്ച് യേശു
തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമാസ്കസിൽ പറഞ്ഞ യഹൂദന്മാരെ മിണ്ടാതാക്കി. യേശു തന്നെ ക്രിസ്തു. എന്താണ് ഈ ക്രിസ്തു എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിച്ചിരിക്കും. നമ്മുടെ ആത്മീയ പ്രകാരം അതൊക്കെ വന്നതാണ്. ക്രിസ്തു എന്ന വാക്ക് ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദം, അതിന്റെ എബ്രായ വാക്കാണ് മശിഹ, അഭിഷിക്തൻ. അതാണ് എന്റെ മലയാളം, അഭിഷിക്തൻ. യേശു ക്രിസ്തുവാണെന്ന് യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് നേതാക്കന്മാർക്ക് അംഗീകരിക്കുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുരുക്കാലം നമ്മുടെ ചിലപ്പോൾ ഒരു പാട്ട് പാടിക്കാണ്. കർത്താവിൻ നാമത്തിൽ വരുന്നവരും സ്തുതി നിത്യം ഭാവിക്കട്ടെ ഹോസന്ന ആമേൻ. അപ്പോൾ ഇതെന്താ? അന്ന് ബാലന്മാർ പാടിയത് ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ നാമത്തിൽ വരുന്നവന് ഹോസന്ന. ഇത് കേട്ടപ്പോൾ മഹാപുരോഹിതന്മാർക്ക് കലിയാണ്. ഈ നസറായനാണ് ദാവീദിന്റെ പുത്രൻ, ഇവനാണോ കർത്താവിന്റെ നാമത്തിൽ വരുന്നത്? ഉണ്ടായിരിക്കാൻ പറയുന്നത്. കാരണം സങ്കീർത്തനം നമ്മൾ പാടി 118 സങ്കീർത്തനത്തിലാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത്. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. വീട് പണിയുന്നവർ തലയിൽ പറഞ്ഞ കല്ല് മൂലക്കല്ലായി തിരഞ്ഞെടുക്കുന്നു. യഹോവയാൽ സംഭവിക്കും നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയെ ശുഭകരണമേ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആ ഭാഗം ഇങ്ങനെ ഇവർ പാടിയില്ല. ഇത് കഴിഞ്ഞിട്ട് യേശു ചോദിച്ചു, ഈ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ ധരിക്കുന്നത്? ഈ ആലയത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം മത്തായി സുവിശേഷം 22 നോക്കാം. ആ ഭാഗം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ പരീശന്മാർ യേശുവിനെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് നേരത്തെ എന്താണ് നിങ്ങൾക്ക് തോന്നി? ഞാൻ ക്രിസ്തുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്, പക്ഷെ ക്രിസ്തു ആരാണ്? 22:41 മുതൽ. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ? അവർ പറഞ്ഞു, പരീശന്മാർ പറഞ്ഞു, അവൻ ദാവീദിന്റെ പുത്രൻ. അടുത്ത യേശു അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ സ്വന്തം ബുദ്ധിയിലല്ല പരിശുദ്ധാത്മാവിൽ കർത്താവേ എന്ന് വിളിക്കുന്നത് എങ്ങനെ? ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് എങ്ങനെ ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു? അതെങ്ങനെ വിളിക്കാൻ പറ്റും? മോനെ കയറി അപ്പാന്ന് വിളിക്കുമ്പോഴാവും, മോനെ അപ്പാന്ന് വിളിക്കുമ്പോഴാവില്ലേ? ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തുവെങ്കിൽ ക്രിസ്തുവിനെ ദാവീദ് എങ്ങനെ കർത്താവേ എന്ന് വിളിക്കുന്നു? നോക്കാം. ആ വാക്യം സങ്കീർത്തനത്തിലുള്ള വാക്യമാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠത്താക്കുവോളം എന്നെ വലത്തുപാതിരിക്കുക എന്ന് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്നവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? ഉത്തരം പറയാൻ അവർക്ക് എങ്ങനെ കഴിയില്ല. ഈ ക്രിസ്തു ആണ് കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്ന് മനുഷ്യരാരുമല്ല ആദ്യം പറഞ്ഞത്. ക്രിസ്മസിന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ക്രിസ്മസിനൊന്നും വലിയ കരോളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പണ്ട് കരോളിനൊക്കെ പോകുമ്പോൾ വീടുകളിൽ വാക്യം വിളിച്ച് പറയും, ബൈബിളില്ല സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ എന്നോട് വിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചു. യേശു ജനിച്ചു എന്നല്ല, ജനിച്ച ശേഷം ഇട്ട പേരാണ് യേശു. ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പേരാണ് ക്രിസ്തു അഥവാ മശിഹ അഥവാ അഭിഷിക്തൻ. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകുട്ടി പശു തുണിക്കിടക്കുന്ന ശിശുവിനെന്നാണ് ദാവീദിന്റെ പട്ടണം. ക്രിസ്തുവാണ് ജനിച്ചത്. നക്ഷത്രങ്ങളുടെ വിദ്വാൻമാർ രാജാവ് പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. രാജകുമാരനല്ല, രാജാവ് പറഞ്ഞിരിക്കുന്നു. കൊട്ടാരം കണ്ടപ്പോൾ നക്ഷത്രം വിട്ടു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹെരോദാവ് ഞെട്ടിപ്പോയി. ഹെരോദാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം. മത്തായി സുവിശേഷം 2-ാം അധ്യായം
മൂന്നാമത്തെ മത്തായി 2:3. ഹെരോദാരാജാവ് കേട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിലെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ക്രിസ്തു യേശുവിടെ ജനിക്കുന്നതല്ല വിഷയം, അതല്ല. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? കൊട്ടാരത്തിലൊരു ജനം നടന്നിട്ടില്ല, ഇതാ വിദ്വാൻമാർ വന്നിരിക്കുന്നു. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്. ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു. യഹൂദന്മാരുടെ രാജാവായിരിക്കേണ്ടത് കൊട്ടാരത്തിലാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടില്ല. ഉടനെ അവർ തിരുവഴുത്ത് മറിച്ചു നോക്കി. പറഞ്ഞു മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. എന്താ? ബെത്ലഹേമിലാണ് ക്രിസ്തു പിറക്കുന്നത്. തിരുവനി കൊട്ടാരത്തിലല്ല, ബെത്ലഹേമിലാണ്. നമുക്കറിയാം, വിദ്വാൻമാർ ബെത്ലഹേമിൽ പോയി ശിശുവിനെ കണ്ട് നമസ്കരിച്ചു. ആ വിദ്വാൻമാർ പോയി. ഇത് വായിച്ചു കൊടുത്ത വിദ്വാൻമാർ പോയാൽ നമുക്ക് മനസ്സിലായി. ഇത് വായിച്ചു കൊടുത്താരാണ്? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമാണ് വായിച്ചു കൊടുത്തത്. ക്രിസ്തു ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല, ബെത്ലഹേമിലാണ്. ഇവരാരെങ്കിലും കാണാൻ പോയത്? ഇതാണ് അന്നത്തെ അന്ധത, ആത്മീക അന്ധത. വായിച്ചു കൊടുത്തു. ക്രിസ്തു അവിടെ ജനിക്കുന്നു. 1000 വർഷം കൊണ്ട് കാത്തിരിക്കുന്നതാണ് മശിഹയുടെ ജനനം. പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ്. പക്ഷെ ഇവിടെ അതൊന്നും അംഗീകരിച്ചില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ, ലൂക്കോസ് 2-ാം അധ്യായം 25 നമ്മൾ കാണുന്ന മനുഷ്യൻ ശിമിയോൻ. ശിമിയോനെ കുറിച്ച് ചരിത്രം പറയുന്നത് യെശയ്യാ പ്രവചനത്തിൽ ഒരു പ്രവചനമുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നോക്കി ഹൃദയം എടുത്തെഴുതുന്നതാണ്, പകർന്നെഴുതുന്നതാണ്. ഇത് സംഭവിക്കുന്നത് ഇമ്പോസിബിൾ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കത്തില്ല. ഞാനിത് പരിഭാഷ പകർത്തി എഴുതത്തില്ല. അപ്പോൾ ദൈവാത്മാവ് നമ്മോട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ കാണുന്നതിന് വൈകില്ല. ലൂക്കോസ് 2-ാം അധ്യായം 25 മുതൽ. അദ്ദേഹം പരിശുദ്ധാത്മ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും നിവർത്തിയിരിക്കുന്നതിന് യേശുവിനെയും കൊണ്ട് അമ്മയപ്പന്മാരവിടെ. അവിടെ നിരവധി ശിശുക്കളെ കൊണ്ടുപോയി. പക്ഷേ ശിശുക്കളുടെ ആത്മീയ കണ്ണിൽ മനസ്സിലാക്കി, ഇതാണ് ക്രിസ്തു, ഈ കുഞ്ഞാണ് ക്രിസ്തു. മഴയുടെ കയ്യിൽ കുഞ്ഞിനെയും വാങ്ങിയിട്ട് കയ്യിലെടുക്കൊണ്ട് മോളോട്ട് നോക്കി പറഞ്ഞു, ഇപ്പോൾ നാളാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കും. നമ്മൾ സാധാരണ ഇതെവിടെയാണ് കേൾക്കാറുള്ളത്? ഓർമ്മയുണ്ടോ? ഡെഡ് ബോഡി കുഴിക്കകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം പറയുന്നത്. ഇങ്ങനെ എനിക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ നാളെ ഇങ്ങനെ കൊണ്ടുള്ള ശല്യമെല്ലാം തീർന്നു, ഇപ്പോൾ നാളെ സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞിരിക്കും. ഇതല്ല എൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ നാളെ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞിരിക്കുന്നു. എന്താ കാരണം? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. എന്നിട്ട് മറിയുടെ മുഖത്ത് നിന്റെ പ്രാണികളിൽ വാങ്ങണം. ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സമയമില്ലാത്തത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ക്രിസ്തുവിനെ കണ്ട വ്യക്തിയാണ്. കുഞ്ഞായിരിക്കുമ്പോഴേ ഇത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ക്രിസ്തു. മത നേതാക്കന്മാർ മഹാപുരോഹിതന്മാർക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, കുഴപ്പമില്ല. പിന്നെ ചിലതൊക്കെ ശബത്ത് നാളിൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. കാരണം യേശു മനഃപൂർവ്വം ശബത്ത് നാളിൽ ചെന്ന് ചെയ്തു. അതുകൊണ്ട് യേശു എപ്പോഴൊക്കെ അത്ഭുത പ്രവൃത്തി ചെയ്യുമോ അന്നെല്ലാം അവിടെ കമ്മിറ്റി കൂടുകയുള്ളൂ. ഇവനെ കൊല്ലണം. കാരണം ശബത്ത് നാളിനെ വെച്ച് ജീവിക്കുന്നു. പക്ഷേ അതിനേക്കാൾ സീരിയസ് ആണ് താൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞത്. യേശു സ്വയം ക്രിസ്തുവാണെന്ന് എപ്പോഴാണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം
26 വാക്യം നമുക്ക് വളരെ സുലളിതമാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കുകയാണ്. ഇത് പറയുന്ന ആരോടാണ്? വലിയ വിശുദ്ധനായിട്ടുള്ള ഒരാളോടല്ല പറയുന്നത്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉള്ളത് ഭർത്താവല്ല. കമ്മിലിയക്കാർ കുട്ടിയോടെ പറയുന്നത് ദൈവം ആത്മാവാണ്, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കും. ഇത് കേട്ടോടനെ അവൾ പറയാണ്, മശീഹ വരുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യേശു എന്താണ് മറുപടി പറയുന്നത്? എന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. അവള് പാത്രം വെച്ചു എന്നിട്ട് ഓടുക. ഞാൻ ചെയ്തത് എന്നോട് പറഞ്ഞ ഒരു മനുഷ്യ വ്യക്തിയൊന്ന് കാണണം. ക്രിസ്തുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെയാണ് മനുഷ്യൻ. ഇതാ യേശുവിൻ്റെ വായിൽ നിന്ന് മഹാബലിമാർക്ക് കേൾക്കണം. കാരണം വേറെ ഒന്നും പറഞ്ഞിട്ട് ഇവരെ ക്രൂശിക്കാൻ പറ്റുന്നില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 62-ാം വാക്യം. മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് യേശു ഉണ്ടാകുന്നു. നമ്മൾ പാടാറില്ല, കുറ്റക്കാരനെ പോലെ അതാ കയ്യപ്പാവിൻ മുൻപിൽ താഴ്മയായി നിൽക്കുന്നു. ഒന്നും ചോദിച്ചിട്ട് ഒന്നിനും മറുപടി പറയും. എന്താണ് ഉണ്ടാകുന്നത്? മറുപടി. അടുത്ത ചോദ്യം, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോടെന്ന് പറക എന്ന് ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഇവർക്ക് വലിയ ആൾക്കാരാണ്. ഇവർക്ക് മതത്തിന്റെ വലിയ ആൾക്കാരാണ്. ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആൾക്കാരാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആണയിൽ ചോദിക്കുക. വാസ്തവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തുവാണ്. അത് ചോദിക്കുമ്പോൾ കർത്താവിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ്? ഞാൻ ആകും. ദൈവത്തിന്റെ പേരാണ് ഞാൻ ആകും. ഫറവോനോട് ദൈവത്തിന്റെ പേരെന്താണെന്ന് ഫറവോൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് മോശ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ ഞാനെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നാളെ കാണും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, വൈകുന്നേരം അറിയും അങ്ങനെ പോയ ദൈവം അങ്ങനെയല്ല. ഞാൻ ആകുന്നവൻ. യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇല്ലെങ്ങനെയാണ്? വഴി സത്യം ജീവൻ ഞാനാണ്, ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്. ഇത് കേൾക്കുമ്പോൾ തലതിരിക്കണം. അന്നത്തെ നേതാക്കന്മാർ യേശുവിടെ പറഞ്ഞു ഞാനാകുന്നു. നിർത്തിയില്ല, 2ാം വരവും കൂടെ പറഞ്ഞു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമേറി വരുന്നതും നിങ്ങൾ കാണും. ഇത് കേട്ടവരുടെ മഹാപുരുഷനാണ് വസ്ത്രം കയറി ദൈവഭൂഷണം സഹിക്കാൻ വയ്യ. ഇനി ഇവൻ വരുമ്പോഴും ഇവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കാൻ ഞങ്ങൾ കാണുമ്പോഴും അവനെ ക്രിസ്തുവിനെ അറിയാം. യേശുവിനെ മാത്രം അറിയാം. യേശു 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 പറഞ്ഞ് മാത്രം ഇരിക്കരുത്. അടുത്ത ലെവലിലേക്ക് പോകണം. ക്രിസ്തു സ്വർഗത്തിൽ ഇറങ്ങി വന്നത്. ഈ ക്രിസ്തു 2 കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ആദ്യം പരസ്യമായിട്ട് യേശു സ്വയം പറഞ്ഞ് നമ്മൾ വായിക്കും. വേറൊരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ്? പത്രോസ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ പത്രോസിനെ 3 പ്രാവശ്യം തള്ളില്ല. നോക്കണേ, അന്ന് സ്വർഗരാജ്യത്തിന്റെ താക്കലൊക്കെ കൊടുത്തതാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതാ താക്കലൊക്കെ തരികയാണ്. പക്ഷെ ഈ ആശാൻ തന്നെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് നാളിൽ പത്രോസിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു യേശു ക്രിസ്തുവാണ്. വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 36-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2:36. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം
കർത്താവും ക്രിസ്തുവാക്കി വെച്ചുവെന്ന് ഇസ്രായേലിനൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. 3 പേരുടെ മുമ്പിൽ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിർദ്ദാക്ഷിണ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ ഈ പത്രോസിത പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കണമെന്ന ഏകദേശം 3000-ഓളം ഭക്തിയുള്ള പുരുഷന്മാർ അവരോട് പറയുക, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവ് ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പേടിച്ചു. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കുകയും അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നേടുകയും മാനസാന്തരപ്പെടുക. യേശു ക്രിസ്തു, ഈ ക്രിസ്തു എന്താണ് ചെയ്ത് ഈ പത്രോസ് എന്ന് പറയുന്നത് നോക്കാം. 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. 2 പത്രോസ് 3:18. 2 പത്രോസ് 3:18. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് നീതിമാനായി കിട്ടി. 2 പത്രോസ് 3:18. അതാണ് 1 പത്രോസ് 1 പത്രോസ് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി, നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിക്കുകയും ജഡത്തിൽ മരിക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയില്ല. ആത്മാവിലൊന്നും മരിച്ചില്ല. ആത്മാവിന്റെ തിരക്കരങ്ങളിലേക്ക് ശരീരത്തിലാണ് മരിച്ചത്. ഇതിനു വേണ്ടി പിതാവായ ദൈവത്തോട് നമ്മെ അടുപ്പിക്കേണ്ടത്. അടുത്തിട്ടുണ്ടോ? അതൊന്നും ഇവിടെ സ്വന്തത്തിലാണ് ഇരിക്കുന്നത്. അടുപ്പിക്കേണ്ടതിനാ, ആ കൂട്ടായ്മയിലാക്കേണ്ടതിനാണ് കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചത്. ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ യോഹന്നാൻ പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും കൂടെയാണ്. ആ കൂട്ടായ്മ ഉണ്ടാകിയിട്ട് നിങ്ങൾ ഇരുട്ട് വിളിച്ച് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയാണ്. അടുപ്പിക്കേണ്ടതിനാണ്. അകന്നുപോയി. അകൽച്ചയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അകൽച്ചയാണ്. പിന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് കാര്യം കർത്താവ് പഠിപ്പിക്കും. നമ്മൾ സാധാരണ ഈ മനുഷ്യൻ വീണു എന്നൊക്കെ പറയും അല്ലേ? അത് എനിക്ക് തോന്നുന്നു 4 ആഴ്ചയ്ക്ക് മുമ്പാണ് നമ്മളത് ധ്യാനിച്ചത്. മനുഷ്യൻ വീണ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടെടുക്കാനാണ് കർത്താവ്. എന്താണ് ഈ മനുഷ്യൻ വീണു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ 2 വാക്കുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 1:26. ഉൽപ്പത്തി 1 നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാകും. അപ്പൊ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും. ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ കാണുമ്പോൾ എങ്ങനെയിരിക്കും? അതാണ് സാദൃശ്യം. ഇതുപോലെ ഇരിക്കും. മനുഷ്യനെ കണ്ടാൽ ദൈവം തോന്നും. കണ്ടാൽ അങ്ങനെ തോന്നുകയില്ലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. സ്വപ്പ കട്ടികളുടെ ഭാഗമാണ്. വേറൊരു അവസരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുക. ദൈവാത്മാവ് വെളിപ്പെടുത്തൽ. ദൈവത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും? നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. അബ്രഹാം കണ്ടപ്പോൾ എങ്ങനെയും കണ്ടു എന്ന് സ്തേഫാനോസ് പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7:2. ബൈബിളൊന്നും ഇല്ലേ?
ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ മെസോപ്പൊത്താമിയയിലേക്ക് തേജോമയനായ ദൈവം അവർക്ക് തേജോമയനായ പ്രകാശം മാത്രമേ കാണാവൂ, ആ രൂപമൊന്നും കാണാൻ. തേജോമയനായ യേശു ഒരിക്കൽ തൻ്റെ ഒറിജിനൽ ആളത്വം വെളിപ്പെടുത്തി. സ്വർഗത്തിൽ താൻ എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്ത ചിലർ സത്യമാണ് കർത്താവ് പറയുന്നത്. അത് പറഞ്ഞത് കള്ളമാണ്. അവരൊക്കെ മരിച്ചുപോയി. അവിടെ ഒരു വാക്ക് വിട്ടുപോയി. അതാണ് പ്രശ്നം. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് എങ്ങനെ എന്ന് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ ഉൾപ്പെട്ടെന്ന് ഞാൻ സത്യമാണ് പറയാം. 6 ദിവസം കഴിഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് ഒരു ഉയർന്ന ഒരു മലയിലേക്ക് പോയി. എന്നിട്ട് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്ന് വായിക്കാം. 2-ാമത്തെ വാക്യം 18:2. അവരുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവരുടെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയാക്കി. മറ്റൊരു സുവിശേഷം പറഞ്ഞു, ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം പ്രകാശമാണ്. ഇതാണ് ദൈവത്തിന്റെ സാദൃശ്യം. പൗലോസ് ദമാസ്കസിൽ കണ്ടത് തേജോമയനായ കർത്താവ്. ദൂതന്മാർ വരുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വെളിച്ചം വരും. മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായപ്പോൾ തേജസ്സായി. ഇടയമാർക്ക് പ്രത്യക്ഷമാകുമ്പോൾ ഭയങ്കര വെളിച്ചം. യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ യേശു വന്നു. തേജോമയൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും. മനുഷ്യനെ ചിന്തിച്ചത് ഇങ്ങനെയാണ്. എങ്ങനെയറിയാം? പാപം ചെയ്തപ്പോൾ വസ്ത്രം പോയപ്പോൾ മനസ്സിലായി തങ്ങൾ നഗ്നരാണ്. പ്രത്യേകിച്ച് വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ തേജോമയനായിരുന്നു. വസ്ത്രവും ഈ വസ്ത്രം ഈ നിത്യതയിലാണ് വെച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാ മനുഷ്യർക്കും അല്ല. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-3. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-3. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ആരൊക്കെ? ബുദ്ധിമാന്മാർ. ആരാണ് ബുദ്ധിമാന്മാർ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഇവിടെ ജീവിക്കാൻ പഠിക്കാനാണ് ബുദ്ധി, അല്ലേ? ലോകത്തിൽ ജീവിക്കാൻ പഠിക്കാനാണ്. ശരി, ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് അവൻ. ഇങ്ങനെ ആകാശത്തിലെ പ്രഭ പോലെ, ആകാശമണ്ഡലത്തിലെ ഗാലക്സി അനേക നീതിയിലേക്ക് തിരിക്കുന്നവർ. സൂര്യൻ നക്ഷത്രങ്ങൾ, നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രം മാത്രമാണ്. അനേക നക്ഷത്രങ്ങൾ, കോടിക്കോടി നക്ഷത്രത്തിൽ ഒന്നാണ് നമ്മുടെ സൂര്യൻ. നക്ഷത്രങ്ങളെ പോലെ പ്രകാശം. യേശു സൂര്യൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41-42. മത്തായി 13:41-42. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അവർ അവന്റെ രാജ്യത്തിൽ നിന്ന്, അവിടെ ആ അവന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമാണ്. ദൈവരാജ്യം വന്നു കഴിഞ്ഞ ദൈവരാജ്യത്തിനകത്ത് ഇപ്പോൾ എല്ലാം കൂടെ കിടക്കുക. അതെ, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും ആധർമ്മം പ്രവർത്തിക്കുന്നതിലേക്ക് കൂട്ടിച്ചേർത്ത് തിരിച്ചുള്ളിലിടും. അന്ന് അവിടെ കരച്ചിലും പരിധിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശം. അതുകൊണ്ടാണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഈ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്ന പോലെ പറയാൻ കാര്യം, പൗലോസ് സുവിശേഷത്തിന് ഒരു പേരിട്ടു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയാണ്
ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് ഇത് തേജസ്സിന്റെ സുവിശേഷമാണെന്ന് ജനം അറിയരുത്. ഇതൊരു മതം, അനേക മതങ്ങളുണ്ട്. ഇത് ഇറക്കുമതി ചെയ്ത മതം. ക്രിസ്ത്യാനികളെല്ലാം ഇന്ത്യ വിട്ടു പോകണം. ഇതാണ് സാധാരണ മതം. ഇത് മതമല്ല, ഇത് മാർഗമാണ്. ക്രിസ്തു മതം വേറെ, ക്രിസ്തു മാർഗം വേറെ. ക്രിസ്തു മതമുണ്ട്. ക്രിസ്തു മതത്തിന് മറ്റു മതങ്ങളുടെ എല്ലാം ഉണ്ട്. മറ്റു മതങ്ങളിലും മാലയുണ്ട്, ക്രിസ്തു മതത്തിന് മാലയുണ്ട്. ഇല്ലേ? ഉണ്ടോ? മാലയില്ലേ? ജപമാല. മറ്റു മതങ്ങളിൽ ഉള്ളതെല്ലാം ക്രിസ്തു മതത്തിലുണ്ട്. പക്ഷെ ക്രിസ്തു മാർഗത്തിലൊന്നുമില്ല. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് ഇത് ചെറുപ്പമാണ്. കാരണം അതൊക്കെ വേറെ പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. വലിയ സാർ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയി നാടിയുണ്ടാകും. വേണ്ട, ഒരു സിമ്പിൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. യേശുവാർക്ക് മാലയൊന്നും എടുത്ത് കൊടുത്തില്ല. ചിലർ ഈ മാല മാറ്റി കാറിലിട്ടേ ക്രിസ്ത്യാനിയുടെ മാലയുണ്ട്. ക്രിസ്തു മതത്തിന് മാലയുണ്ട്. പക്ഷെ ക്രിസ്തു മാർഗത്തിൽ യേശു ആർക്ക് മാലയെടുത്ത് കൊടുത്തില്ല. അതൊക്കെ ഡോക്ടറിലായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരാണ്. പക്ഷേ ഇന്ന് കത്തോലിക്ക വിശ്വാസമുള്ള പലരും ഇതിനകത്ത് വന്നു കയറി. മാർട്ടിൻ ലൂതർ ദൈവവചനത്തിനെതിരെ അതിനെ സഭ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ എന്നാണ് പ്രൊട്ടസ്റ്റന്റ്. CSC പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ എന്താണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് അറിഞ്ഞുകൂടാ അവർക്ക് ജീവിതക്കാർക്ക് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കാം അങ്ങനെ വായിക്കാം. തേജസ്സുള്ള സുവിശേഷം. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് റോമർക്ക് ലേഖനം 8-ാം അധ്യായം 17, 17, 18, 19 വളരെ വളരെ ഇതിലൊക്കെ ആനന്ദിക്കേണ്ട വാക്യങ്ങളാണ്. ഏതാണ് ഈ അവകാശം? അതാണ് അടുത്ത വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അനുഭവിച്ചാലേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകകാലത്തിലെ കഷ്ടങ്ങൾ അടുത്ത് പറയുകയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ജഗത്തിന്റെ ദാസ്യത്തിൽ വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ ആയിരിക്കപ്പെടുന്നു. തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. അതാണ് ഭക്തൻ ഇങ്ങനെ പാടിയത്. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരോട് അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാൻ ശുദ്ധീകരിച്ചെന്നെയും സന്നിധിയിൽ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും ആയൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള സിയോനിൽ വാണിടുവാനായി തേജസ്സിൽ വാസം ചെയ്യുവാനായി അന്ന ഉപദേശങ്ങളല്ല തേജസ്സിന്റെ സുവിശേഷമാണ്. പക്ഷെ ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നത് യേശു സൗഖ്യമാക്കുന്ന യേശു, കണ്ണുനീർ തുടയ്ക്കുന്ന യേശു, പിള്ളേരെ പാല് എപ്പോഴും പാല് കട്ടിയായിട്ടുള്ള ആഹാരം ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾ എത്ര മാസം പിള്ളേക്ക് പാല് കൊടുക്കും? 70 വയസ്സിൽ പാല് കൊടുക്കും. അവാദിന് 157 ചില പള്ളികളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും പാല് കൊടുത്തോണ്ടെങ്കിൽ മുകളിലോട്ട് പോകണമെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലെ ഒരു നന്മയ്ക്കും ഒന്നും പഠിക്കേണ്ട. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. യേശു എന്താണ് പറഞ്ഞത്? അധ്വാനിക്കുകയും ഭാരം ചെയ്യുന്ന ആളുകളെ എല്ലാവരും വേണ്ടവരെ ഞാൻ നിങ്ങളെ ആശ്രയിപ്പിക്കും. ബാക്കി നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഇത്രയും മതി. പക്ഷെ ബാക്കിയാണ് ഇമ്പോർട്ടന്റ്. വായിക്കാമോ വാക്യമൊന്നും? എന്റെ മുഖത്ത് തോന്നണം. ബാക്കി ഇവിടെ കിടന്ന സാറ് പറഞ്ഞില്ലല്ലോ. മത്തായി 11:28-29 ഞാൻ സൗമ്യതയിൽ താഴ്ന്നവനാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്
ആത്മശാന്തി കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചൊക്കെ വിട്ടാൽ പോരാ, പോവില്ല. എൻ്റെ അപ്പ 40 വർഷം CSL അച്ഛനായിരുന്നു. ഒരുപാട് പേരെ എൻ്റെ അപ്പ സ്വർഗത്തിൻ്റെ പറഞ്ഞയച്ചു. അപ്പം പറഞ്ഞയച്ച എല്ലാം സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നരകത്തെക്കാളും ഭയങ്കരമാണ്. പക്ഷെ പള്ളിയിൽ അച്ഛനൊന്നും ഇരിക്കുമ്പോൾ എഴുതി വെച്ചത് വായിച്ച് വിട്ടല്ലേ പറ്റും. ആളുകൾ ഇത് അങ്ങോട്ട് പോവില്ല. പക്ഷെ 2-3 പ്രാവശ്യം വായിക്കണം. വീട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം അയക്കും, വെട്ടിയുടെ കരയിൽ കൊണ്ടുവച്ച് ഒരു പ്രാവശ്യം ആത്മാവിനായിരിക്കും എന്ന് പറയും. പിന്നെ ഇറക്കിയ ശേഷമായിരിക്കും. ഞാൻ ഒരിക്കലും വായിച്ചു, ഇതെപ്പോഴാണ് അച്ഛൻ പോണത്? സാറേ ഇതൊക്കെ സാറിന് അറിയാൻ നമ്മളെങ്ങനെ വെട്ടി ആൾക്കാർ സാറേ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചൂടെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി. പോകേണ്ടത് മരിച്ച സമയത്ത് തന്നെ പോയി. കുരിശിലൊക്കെ കള്ളെടുത്ത് പറഞ്ഞ 40 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. ഇന്ന് നീ എന്നോട് ഇവിടെ പറയുന്നു പോകേണ്ട സമയത്ത് മറ്റവൻ പോലുമില്ല, അവനും കൂടെ കിടന്നാണ്. ഒരുത്തിനെ പോലും പിള്ളേ നീ ഇവിടെ വാന്ന് പറഞ്ഞില്ല. ഇത് മനസ്സിലാക്കണം. അവന് സാക്ഷ്യം പറയപ്പെടുത്ത ഞാൻ യേശുവിൻ്റെ കൂടെ തന്നെ കിടന്നത് 7 മൊഴിയും ഞാൻ കേട്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് ഗുണം ഇതൊക്കെ വീട്ടിൽ ഇന്ന് വരാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കണമെന്നൊക്കെ ചെന്ന് പറയണേ. കാരണം അവർ വിചാരിക്കുന്നത് ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ ഭാര്യ പോയി എല്ലാവരും വാങ്ങിക്കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നാണ്. വഹിക്കുമ്പോൾ നീ പോയാലും ഞാനും വരും. നടക്കുന്നില്ല. മരണം നമ്മെ വേർതിരിക്കുന്നത് വരെയെന്നാണ് പള്ളിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം രണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് അവരവരുടെ രക്ഷ അവരവർ തന്നെ ഉറപ്പാക്കിക്കൊള്ളണം. ഇത് തേജസ്സിന്റെ സുവിശേഷം, അതിന് ഒടുവിലേക്ക് എത്താൻ പോകണം. പക്ഷെ ഇപ്പോൾ ഒരു തേജസ് കിട്ടും. അതെവിടെയാണെന്ന് അറിയാമോ? റോമർക്ക് ലേഖനം 8-ാം അധ്യായം തന്നെ അതിൻ്റെ 29 മുതലൊന്ന് വായിച്ചു കിടക്കും. അവന്റെ സ്വരൂപത്തോട്, ആ വാക്ക് നോക്കാം, സാദൃശ്യം ഇവിടെ സ്വരൂപമാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുന്നേറ്റിരിക്കുന്നു. മുന്നേറ്റവരെ വിളിച്ചും വിളിയേറ്റ് വരുന്നവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഇത് ഇത്രയും ഒരുമിച്ച് വേണം വായിക്കാൻ. ഇത് ഏതെങ്കിലും വിഷയം എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ആഴ്ച താർക്കാണ്. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ഏത് കാര്യത്തിന്? അപ്പുറത്തേക്കുന്ന പ്ലാവ് ഒരിക്കലൊക്കെ പ്ലാവ് ഇപ്പുറത്ത് വരാൻ. അതല്ല, അവന്റെ സ്വരൂപത്തോട് അനുകൂലമാകുവാൻ നമ്മെ ദൈവം മുന്നേറ്റിരിക്കുന്നു. എല്ലാവരും മുന്നേറ്റിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയാണ് യേശു നയിച്ചത്. മുന്നേറ്റവരാണ് സുവിശേഷം പറഞ്ഞ് വിളിക്കുന്നത്. വിളിയിലോട്ട് വരുന്നവരെ നീതീകരിക്കുന്നു, നീതീകരിക്കുന്നവരെ തേജസ്കരിക്കുന്നു. എന്താ? ആത്മാവിൽ തേജസ്കരിക്കുന്നു. അവർക്കൊരു വിളക്ക്. നമ്മുടെ ആത്മാവ് പറയുന്ന ദൈവത്തിന്റെ വിളക്കാണ്. സദൃശ്യവാക്യം 20:27. സദൃശ്യവാക്യം 20:27. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. പാപം ചെയ്തപ്പോൾ വിളക്കണഞ്ഞു. അതാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. പുറമെയുള്ള തേജസ് പോയി, അകത്തെ വിളക്കാണ്. വിളക്കാണ്. പക്ഷേ നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അകത്ത് വിളക്ക് കത്തും. ഇത് മരണം വരെയോ കർത്താവിൻ്റെ വരവ് വരെ വിളക്ക് അണയാതെ നിൽക്കും. പലരും കൂട്ടായ്മയ്ക്ക് ഒന്ന് പമ്പ് ചെയ്ത് അടിച്ച് കയറ്റിക്കൊണ്ടു. ചിലർ ചാർജ് ചെയ്തുകൊണ്ട് പോകും. ഞായറാഴ്ച ഒന്ന് ചാർജ് ചെയ്യും, വൈകുന്നേരം തന്നെ ചാർജൊക്കെ പോകും. ചില ഫോണുകൾ അറിഞ്ഞില്ലേ, ചാർജ് നിൽക്കാത്ത ഫോണുകൾ. ചാർജ് നിൽക്കുന്നില്ലെന്ന് പറയും. അത് പറഞ്ഞാലായിരിക്കും എളുപ്പം. ഫോണിൽ ചാർജ് നിൽക്കില്ലല്ലോ. പിന്നെ ഞായറാഴ്ച വന്ന് പാടുപെട്ട് ചാർജ് ചെയ്ത് കയറ്റി കുറച്ച് കയറ്റി വിടും. അത് എത്ര ദിവസം നിൽക്കുന്നത് തന്നെ അറിയാം. ഇത് ചാർജിങ് അല്ല, എന്തിന് വാസ്തുവി വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ ആരോഗ്യത്തിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. എങ്ങനെയാണ് അത് പ്രിന്റിങ് വരേണ്ടത്? ഇത് ഒരാൾ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ വിളക്കും ഇരിക്കട്ടെ, കത്തിയും കൂടെ ഇരിക്കട്ടെ. ഒരാൾ ഈ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ബൈബിളിനകത്ത് ഒരു പേന കത്തി കൂടെ ഉണ്ടായിരുന്നു ഇതിന്. കാരണം ദൈവം കത്തിയും കൂടെ ഇരിക്കട്ടെ. വാളില്ലാത്ത ഒരു വാളുകൂടെ വാങ്ങിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം
പള്ളിയിൽ വെച്ച് എപ്പോഴാണ് വീക്കേണ്ടി വരണമെന്ന് അറിഞ്ഞൂടല്ലോ. ഇടവക യോഗത്തിലാണോ കമ്മിറ്റി കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, വിളക്കും കത്തിയും കൊണ്ടിരിക്കണം. അതങ്ങനെയല്ല, വിളക്കും കത്തിക്കൊണ്ടിരിക്കണം. യജമാനൻ വരുന്നതേരം അങ്ങനെ കാണുന്നത് ഇത് കത്തിക്കൊണ്ടിരിക്കണം. അകത്തൊരു കത്തിൽ വേണം. ലോക്ക്ഡൗൺ ആയാലും ഞായറാഴ്ച പള്ളി വരാൻ പറ്റിയില്ലെങ്കിലും ഒരു വർഷം നടന്നാലും അകത്തെ കത്തലാണേലും തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ കത്തും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു സംസാരിച്ചു. യേശു അപ്രത്യക്ഷമായപ്പോഴും സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയോ. ഈ കത്തല് അണയാതെ ശ്രമിക്കണം. നമ്മുടെ ആത്മാവിന് തേജസ് ശരീരം പിടിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം അവിടെ പറയുന്നത് നാം യേശുവിനെ കാണുമ്പോൾ മാത്രമേ അവനെ പോലെ ആകുള്ളൂ. കണ്ണീർ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ കണ്ണീർ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇതാണ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ലോകം അവനെ അറിയാവുന്നത് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. നാം അവനെ കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയും. അവരിൽ പ്രത്യാശകളെല്ലാം അവർ ബ്രഹ്മനായിരിക്കുന്ന പോലെ തന്നെ തന്നെ. അപ്പോഴാണ് സാദൃശ്യം. ഓക്കെ, ഇപ്പോഴെന്താണ് ഇതിൻ്റെ സ്വരൂപമാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ തേജസ് മാത്രമല്ല, സ്വഭാവം ചേർന്നതാണ്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എഫേസ്യർ 5, 8, 9, 10 വാക്യങ്ങൾ. മുൻപേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ആകയാൽ കർത്താവിന് പ്രസാദമായിരുന്നെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ തന്നുള്ളവരായി ജീവിക്കണം. എന്താണ് വെളിച്ചം? സകല സൽഗുണം നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ. ഇതാണ് വെളിച്ചം. അല്ല ചിലർ യേശുവിനെ ഒരു വെളിച്ചം തട്ടിയത് സീറോവല്ല. കാരണം രാത്രി ഒറ്റയ്ക്കിരിക്കുന്നതല്ലേ വീട്ടിൽ ഫ്രണ്ടിൽ പ്രാർത്ഥിച്ചിരിക്കും, വീട്ടിൽ തിരിക്കേണ്ട ഒരു ലൈറ്റ് കൊടുക്കും. കാരണം യേശുവിന് വെളിച്ചൊന്നും വേണ്ട, വെളിച്ചയും വേണ്ട. അടുത്ത സ്വഭാവത്തെ കുറിച്ചാണ്. അവൻ തേജവുമായനാണ്. അതുപോലെ സകല സൽഗുണ സമ്പൂർണ്ണനും നീതിയും സത്യമുള്ളതും. ഇവിടത്തേക്കാണ് നമ്മെ വിളിച്ചത്. മനസ്സിലായോ? 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ കാണാപ്പാടാണ്. ആ വാക്യം എന്താണ്? 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തെ, തൻ്റെ വിട്ടുകളല്ല. ഞാൻ പലർക്കും ചോദിക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് പറയും. അവിടെ ഒരു തൻ്റെ എന്നുണ്ട്. തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട നാടാണ് ജാതിയും നാടാർ ജാതി. അതാണ് ഏറ്റവും വലുത്. നാടാർ പാരദേശികൾ നാം ഭാഗ്യശാലി. ഇതുപോലൊരു ജാതി ഉണ്ടോ? ആളുകൾ ചോദിക്കും, ഇങ്ങനൊരു ജാതി ഉണ്ടോ? മുമ്പേ നമ്മൾ ദൈവത്തിന്റെ ജനമല്ലായിരുന്നു. ആ വാക്യമാണ് ഇപ്പോൾ എടുത്ത്. മുമ്പേ നമ്മൾ ജനമല്ലായിരുന്നു, വിദ്യാഭ്യാസമല്ലായിരുന്നു, നേരെ തുണി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ തുണി കൊടുക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം. മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ ജനമല്ലായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ദൈവജനം. മുൻപേ കരുണ ലഭിക്കാത്തത്, ഇപ്പോഴോ ദൈവത്തിന്റെ കരുണ ലഭിച്ചത് തന്നെ. ഇങ്ങനെ വേണം ആ വചനമൊക്കെ മനസ്സിലാക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മൾ വിളിച്ചത്. പക്ഷെ ഇന്നും ആ അത്ഭുത പ്രകാശമാണ് ആളുകൾ കാണുന്നത്. ആത്മാവിന് വിളിച്ചുകൊണ്ടോ എല്ലാം പറഞ്ഞു പോകും. ഇതാണ് അകൽച്ച. അകൽച്ച വന്നുപോയി. അടുപ്പിക്കേണ്ടത്. ഈ അടുപ്പിച്ച അനുഭവം നമ്മൾ യാഥാർത്ഥ്യമാണ്. എന്താകണം? എല്ലാ ഞായറാഴ്ച കേൾക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. തുടക്കം പറയും, ബാക്കി നിങ്ങൾ പറയാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് അത്ര ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലെന്നേ ഞാൻ പറയാൻ പാടില്ല. 1 പത്രോസ് 1:24.
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതി ജീവിക്കുന്നത് അവിടെ നിന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിനെ കയറി അവിടെ തടിപിടരാൻ നമുക്ക് സാധ്യമാണ്. അപ്പൊ യേശു എന്തിനാണ് ക്രൂശിൽ കയറിയത്? ആ വാക്യം വായിച്ചു നോക്കുമ്പോൾ യേശു എന്തിനാണ് ക്രൂശിൽ കയറിയത്? ബൈബിളിൽ നോക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കേണ്ടതിന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ചു. അവന്റെ അടിമണരാൻ നമ്മൾ യേശു എനിക്ക് വേണ്ടി മരിക്കും, എനിക്കിനി എങ്ങനെ ജീവിക്കാം? സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി മരിക്കും. അതല്ല, യേശു എന്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പാപം സംബന്ധിച്ച് മരിക്കണം. മുമ്പ് ഞാൻ പാപത്തിൽ മരിച്ചവനായി. ഞാൻ പാപത്തിൽ എൻ്റെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ പാപത്തിനും മരിക്കണം. ഇനി സ്വല്പ കട്ടികളാകാനാണ് തരണം ബിരിയാണി. യേശു എന്താ പറയുന്നത്? ഒരുവൻ എന്നെ അനുഭവിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഞായറാഴ്ച എന്നെ അനുഭവിക്കും, അല്ലേ? നാളെ നമുക്ക് ഞായറാഴ്ച എന്ന് പറയും, കർത്താവേ ഞങ്ങൾ കാണാതെ പോയ ആളുകളാണ്, ഇപ്പം വന്നിരിക്കുകയാണ്, കണ്ടോളണം, വല്ല അനുഗ്രഹിക്കാൻ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വന്നാൽ വാങ്ങാം. ഒരിക്കലും കണ്ടുകിട്ടിയ ആളാവില്ല. കർത്താവേ കാണാതെ പോയ ആടായിരുന്നു, എന്നെ കണ്ടെടുത്തതിനാൽ സ്തോത്രം എന്ന് പറയും. എന്നും കാണാത്തത് ഞായറാഴ്ച കണ്ടാവാണ്. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളല്ലേ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് എന്തിന് ചെയ്യേണ്ട കാര്യം ചെയ്യും, വെട്ടിപ്പോയത് ആണോ? ഇത് കണ്ടിങ്ങനെ അച്ചടിച്ചു വെച്ചു. പക്ഷെ നമ്മൾ വളരണം. ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ദയവോട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയാനല്ല. നാം പാപം സംബന്ധിച്ച് മരിക്കണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നാളെ ലൂക്കോസ് 9:21 വായിക്കാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിശ്ചയിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. യേശുവിൻ്റെ ക്രൂശെടുക്കാൻ യേശു ആരുടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിച്ചോളൂ. ചിലർ യേശുവിൻ്റെ ക്രൂശെടുക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ദുഃഖവെള്ളിയാഴ്ചയിൽ കുറേ പേരൊക്കെ യേശുവിൻ്റെ ക്രൂശെടുത്തുകൊണ്ടാണ്. ചിലർ ക്രൂശിൽ കയറും. ഫിലിപ്പീൻസിലൊക്കെ ആളുകൾ ക്രൂശിക്കപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത്. ജീവനോടെ ക്രൂശിൽ പറയും. ചിലർ മലയാറ്റൂരിൽ കയറും, ചിലർ കുരിശുമലയിൽ കയറും, അപ്പുറത്ത് കാളിമലയും കൂടെ കയറിയിട്ട് വരും. അറിയോ, എന്തെങ്കിലും നമുക്ക് രക്ഷ വന്നാലേ വരും. ചിലർ പരിമലയിൽ പോകും, അവിടെ കുരിശ് കയറും, മലയാറ്റൂർ മലയിൽ കുരിശ് കയറും, തിരിച്ചു വന്നുകൊണ്ട്. യേശുവിൻ്റെ ക്രൂശെടുക്കാൻ യേശു പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരുവനെ അനുഭവിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിശ്ചയിച്ച് നാൾതോറും, അല്ലാതെ വിശുദ്ധ വാരത്തിന് മാത്രമല്ല, ഞായറാഴ്ചയോടെ മാത്രമല്ല, നാളോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്. അപ്പം നമുക്കുള്ള ക്രൂശ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമുക്കുള്ള ക്രൂശ് എപ്പോഴാണ് കിട്ടുന്നത്? ക്രൂശ് കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണായിരുന്നല്ലോ. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ ഒരു പള്ളിയിൽ പോയപ്പോൾ ഇതുപോലെ 7 മൊഴികൾ പറയാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ലാസ്റ്റിൽ ആശീർവാദത്തിന് മുമ്പേ ആ സഭയിലെ ശുശ്രൂഷയെ അന്ന് വന്ന് എല്ലാവർക്കും ഒരു കുരിശ് പ്രാർത്ഥിക്കാൻ കൊടുത്തു. ഞാൻ അന്തം പോയി. ഇതാണ് അന്ന് ഉദ്ദേശിച്ച കുരിശ്. കാണാൻ നല്ല കണ്ട അന്തരിച്ച് കുരിശ് ആളുകൾ വലിയ ഭവ്യതയോടെ. ഇനി ചിലരിപ്പോൾ ഈ കുരുത്തോലയിൽ കുരിശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടുത്ത വർഷത്തിൽ കത്തിക്കും, ചാമ്പലുണ്ടാകും. ഗലാത്യലേഖനം 5:24. ഗലാത്യർ 5:24. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തിൽ അതിന്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ കുരിശാണ് എന്നും ചുമക്കേണ്ടത്.
ക്രിസ്തുയേശുവിനുള്ളവർ എങ്ങനെ തിരിച്ചറിയാം? അവർ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കും. 2:20 ഗലാത്യർ 2:20-21 അവിടെ വായിക്കുമ്പോൾ പൗലോസ് പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാനല്ല എല്ലായിടത്തും പ്രശ്നം. വീട്ടിലെ പ്രശ്നം ഞാൻ, സഭയിലെ പ്രശ്നം ഞാൻ. ക്രിസ്തുവിനെ അറിയുമെങ്കിൽ ആദ്യം ഞാൻ ക്രൂശിക്കപ്പെട്ടു. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ബ്രദറെ പള്ളിയിൽ അച്ഛനാവാത്തത്? പ്രസംഗിക്കാനറിയാം, പാടാനറിയാം, പ്രാർത്ഥിക്കാനറിയാം, പള്ളിയിൽ അച്ഛനാവാത്തത്. ഞാൻ പറഞ്ഞു, പള്ളിയിൽ അച്ഛനാവാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ അപ്പൻ അച്ഛനായിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് കൂടുന്നതിന് മുമ്പേ പാടും ഒരു പാട്ട്, ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിരുന്നാക. ഇതൊക്കെ പാടി പ്രാർത്ഥിച്ച് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിന് ഞാൻ പറഞ്ഞോടെ നടന്നില്ലേ, നിന്റെ ഹിതം പോയി ഞാൻ വീട്ടിലും ഞാൻ ക്രിസ്തുവിനാണ് ജീവിക്കുന്നത്. ആദ്യം ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ ജീവിക്കുന്നു. പക്ഷെ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് ഞാൻ ഈ ശരീരത്തിൽ. എത്ര പച്ച മലയാളത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ക്രൂശ് കിട്ടുന്നത്? റോമർക്ക് ലേഖനം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. റോമർ 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ 6-ാം അധ്യായം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആണോ? ക്രിസ്തുവിനോട് ചെയ്യുവാൻ സ്നാനമേറ്റവരായ നാം മനസ്സിലായല്ലോ അവരുടെ മരണത്തിൽ. അപ്പോഴാണ് ക്രൂശ് കിട്ടിയത്. എന്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചതാണ് സ്നാനം. പലരും പഴയതിനെ ക്രൂശിച്ച് പിന്നെ ചിലപ്പോൾ ചോദിക്കും, ഞാൻ പഴയ സ്വഭാവം എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചത്തിട്ടില്ല. ഈ സ്നാനപ്പെടുന്നത് പച്ചവെള്ളത്തിലായതുകൊണ്ട് ഈ പല വൈറസും ചാവില്ല. തിളച്ച വെള്ളത്തിലാക്കി പോലും ചില വൈറസുകൾ കിടക്കുന്നതാണ്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോകെമിസ്ട്രി കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന ലാവയിൽ ജീവനുള്ള ബാക്ടീരിയകൾ കണ്ടെത്തി. അവർ പറയുകയാണ്, ദിവസം പറയുന്നില്ലേ നരകത്തിൽ പെടാത്തീയും ചാവാത്ത പുഴുണ്ടെന്ന്. സത്യമാണ് കേട്ടോ. ഈ ലാവയ്ക്കകത്ത് ഈ ജീവനുള്ള പുഴുക്കളുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നരകത്തിൽ വന്നത്. അപ്പൊ ഇതുപോലെ ചാവാത്ത ചില സാധനങ്ങളുണ്ട്. സ്നാനപ്പെട്ടാലും ചാവില്ല. ഏതൊക്കെയാണ് ചാവാത്തത് നോക്കണം. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിച്ച് ജ്ഞാനത്തിൽ കത്തില്ല. ആക്രാന്തം, അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു. ആക്രാന്തം എന്ന് പറഞ്ഞാൽ കോവിഡൊക്കെ ഇത്തിരി സീരിയസ് ആയിട്ട് വന്നാൽ കുറേ ആക്രാന്തമൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഭയങ്കര ആക്രാന്തം. ഇതൊക്കെ ചാവാത്ത സാധനമില്ല. ഇതിനാണ് നമ്മൾ ക്രൂശിനെ ഡെയിലി പാടേണ്ട ആവശ്യം. കാരണം നമ്മൾ സാധാരണ പാട്ട് ദുഃഖവെള്ളിയാഴ്ച മാത്രമാണ് ചില പള്ളികളൊക്കെ പാടുന്നത്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പാടും, ശത്രുക്കൾ നിന്നെയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ഇല്ല ചത്ത. ശത്രുക്കൾ നിന്നെയും ദൂഷ്യവും ചൊല്ലുമ്പോൾ കാണുന്ന സ്നേഹത്തെ ഓർക്കുന്ന
ദുഃഖമില്ലാത്ത രാവിലെ ഉപവാസ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പിന്നെ 7 മൊഴികൾ അത് തീർന്നപ്പോൾ തന്നെ 4 മണിയായി. പിന്നെ കഞ്ഞിയും കുടിച്ച് വീട്ടിൽ എത്തിയപ്പോൾ നേരെ വരും. അന്ന് ഒരു ശത്രുവിനെ കണ്ടില്ല. ശത്രുവിനെ കാണുന്നത് പിന്നെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ക്രൂശിലെ സ്നേഹം ആരെങ്കിലും ഓർക്കുമോ? ശനിയാഴ്ച ക്രൂശിലെ സ്നേഹം ആരെങ്കിലും ഓർക്കുമോ? ഇവിടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ സഭയ്ക്ക് എഴുതാൻ കാരണമുണ്ട്. കാരണം ഗലാത്യ സഭ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ച സഭയാണ് ഗലാത്യ സഭ. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ചത്തിരിക്കുന്നു. ക്രൂശെന്ന് പറഞ്ഞ മരണമാണ്. ഞാൻ മരിച്ചിരിക്കുന്നു. ഞാനാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. ഈ കോവിഡ് കാലത്ത് ഇങ്ങനൊരവസരം കർത്താവ് നമുക്ക് തന്നു. ഞാൻ ചാകണം. പണ്ടൊരു പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം ആ പാട്ട് കേൾക്കാനില്ല. വന്ന് വാഴണമേ ഇനി അതൊക്കെ പോയി. അതിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ഞാനല്ല ഇനി നീയല്ല. അതൊക്കെ വന്നതുപോലെ അങ്ങ് പോയി. പള്ളിയിൽ നിന്ന് പാടിയിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ മതി, നീ പാടിയെന്ന് ഞാനല്ല. അത് പള്ളി വേറെ പാതയിലാണ്. ഇപ്പം ഞാൻ ആരാണ് കാണിച്ചു തരാൻ പറ്റും? ഞാൻ വലിയ കുഴപ്പമാണ്. ഇവിടെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതത്തിൻ്റെ ഗൗരവം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം വിചാരിക്കുക, അത് വലിയൊരു ദുഃഖമാണ്. ചിലരൊരു സീരിയസ്ലി രക്ഷിക്കപ്പെടണം. നിങ്ങളുടെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരാൾ നീയും പെന്തക്കോസ്തായ എന്താണ് ചോദിച്ചത്? അപ്പോൾ പെന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതാണോ രക്ഷിക്കപ്പെടുന്നത്? എനിക്കതൊരു വലിയൊരു സംശയമാണ്. സീരിയസ്ലിക്കാർ രക്ഷിക്കപ്പെടണം. കാരണം എന്നെ വേറെ ഒരുപാട് സ്ഥലത്തേക്ക് എന്നെ ഡിമാൻഡുകൾ തന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം എന്നെ വളർത്തിയതും എന്നെ സ്നേഹിക്കുന്നതുമായ സഭയുടെ അകത്ത് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം. കേൾപ്പാൻ ചെറിയുള്ളവൻ കേൾക്കട്ടെ. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്കാണ് അയ്യോ കഷ്ടം. കേൾക്കാത്തവർക്കല്ല. പൗലോസ് പറയുന്നത് എനിക്കയ്യോ കഷ്ടം. ഞാൻ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് രക്ഷിക്കപ്പെടുന്നതിൻ്റെ സീരിയസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് പോകുന്ന വേളയിൽ ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. കൊച്ചു ചോദ്യം, പേരനെ എഴുതിയിട്ടില്ല. അതിൻ്റെ പേര് വായിക്കാം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ അടുക്കൽ വരുന്നവരാരും നിരാശരായി പോകുന്നില്ല. കുരുടർ കാണുന്നു, ചെവിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, ഭൂതഗ്രസ്തർ സൗഖ്യമാക്കപ്പെടുന്നു, സകലവിധ അധീനക്കാരും സൗഖ്യമാക്കപ്പെടുന്നു. ഇതിനിടയിൽ കൂടെ കർത്താവ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പറയുന്നു. ശിശുക്കളെ പോലെ വരുന്നില്ല, ദൈവരാജ്യം കിടക്കുന്നില്ല. ആളുകൾ നോക്കുന്നത് എന്നെ എപ്പം തൊടും, എനിക്കെപ്പോഴും യേശുവിനെ തൊടാൻ പറ്റും, അതാണ് നോക്കുന്നത്. പിന്നെ മാത്രമല്ല, യേശുവിൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ അന്ന് ജോലിക്ക് പോകണ്ട, അവസാനം കാപ്പിയുടെ നന്നേ കിട്ടും അല്ലേ? യേശുവിൻ്റെ അടുത്ത് ഫാസ്റ്റിംഗ് പ്രയറിന് പോയാൽ പോണ സമയത്ത് ഭക്ഷണം ഓക്കെ. ഈ ഭക്ഷണം കൊടുത്ത യേശുവിനെ പറഞ്ഞ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഗ്ലൂക്കോസ് യേശു, യോഹന്നാൻ യേശു 6-ാം അധ്യായം 27. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴേ 2ാമത്തെ ദിവസം ആൾക്കാരെല്ലാം കൂടി. കാരണം ഇന്ന് യേശുവിനെ പറ്റി ഇതിനോടില്ല. ആ സമയത്ത് വയറ് നിറച്ച് ഫിഷ് ഫ്രൈയും അല്ല ചൂടപ്പം ഓടി നോക്കിയപ്പോൾ കാണാൻ എവിടെയാസ് കടക്കടയിൽ യേശുവില്ല. എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടി, കവർന്നുമില്ല. ഓടി ഓടി ഇനി വായിക്കും. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുന്നു. അതിന് പിതാവായ ദൈവനെ ഇത് രണ്ടും കൊടുത്തതാണ്. നശിച്ചു പോകുന്ന ആഹാരം കൊടുത്തതാണ്. 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ കട്ടിയുണ്ട്. പിന്നെ താഴോട്ട് വായിച്ചിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് യേശുവാണ്.
അത് നാളെയും നശിക്കും. അതാണ് നശിച്ചു പോകുന്ന ആഹാരം. ഈ ശരീരവും നശിച്ചു പോകുന്നതാണ്. പക്ഷെ ആത്മാവ് നശിച്ചു പോകില്ല. ആത്മാവിന് മരണമില്ല. അതിനുള്ള ആഹാരവും കർത്താവിന്റെ കയ്യിലേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ ചോദിച്ചോ മറുപടി എന്താണ് യേശുവിന്റെ? ഇനി അങ്ങോട്ട് വരാം. ഇതൊരു വലിയൊരു തീമാണ്. ജസ്റ്റ് ഞാൻ ഒരു കഷ്ണം ഇട്ടുന്നേ ഉള്ളൂ. വീട്ടിൽ പോയി അതിന് അയവറാക്കില്ല. നമ്മളെല്ലാം ആടുകളല്ലേ, ആടുകൾ തീറ്റി കിട്ടുമ്പോൾ വാരി വലിച്ച് തിരിഞ്ഞ് വീട്ടിൽ ചെന്നിരുന്ന് അയവറക്കും. ഇത് അയവറക്കലും ഇല്ല, കഴിക്കലും ഇവിടെ കൂടെ കേട്ട് അകത്തോട്ട് കാര്യമില്ല, ഇവിടെ കൂടെ തന്നെ പോകുന്നതാണ് ചിലർ പറഞ്ഞത്. അങ്ങനെ ആകരുത്. ഓക്കെ. ഇനി നമ്മൾ അവിടെ വരികയാണ്. ലൂക്കോസ് 13 വരികയാണ്. ഇടുക്കുവാനുടെ കടപ്പാൻ പോരാടുകയും പലരും കടപ്പാൻ നോക്കും, കഴിയില്ലതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഇമ്പോസിബിൾ ഉണ്ടോ? ഞങ്ങളെ പോലുള്ള പ്രസംഗക്കാർ സാധാരണ പറയുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടെ, പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കണം. ഇവിടെ കർത്താവ് പറയാണ്, ഇടുക്കുവാല കടപ്പാൻ പോരാടുകയും പലരും പോരാടാതെ കടപ്പാൻ നോക്കും, ഇമ്പോസിബിൾ, കഴിയുകയില്ല. പിന്നെ അങ്ങോട്ട് അതിനെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുകയാണ്. വീട്ടിൽ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ നിങ്ങൾക്ക് തുറന്നു തരണമെന്ന് മുട്ടി തുറന്നുമ്പോൾ നിങ്ങൾ എവിടെയെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അപ്പൊ യേശുദാസ് അവിടെ വാക്കുമാറി മുട്ടലും എന്നാൽ തുറക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. ഇവിടെ മുട്ടിയിട്ട് തുറന്നില്ല. യേശുദാസ് കള്ളം പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. അറിഞ്ഞൂടെ വിളിക്കുന്ന ഞാനിങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. കർത്താവ് അറിഞ്ഞൂടെ വിളിക്കുന്ന ആരാണ്? കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ കള്ളമല്ലേ പറഞ്ഞു. വെളിയിൽ നിൽക്കുന്ന പാർട്ടികൾ സാധാരണ പാർട്ടികളല്ല. യേശുവോടൊപ്പം നടന്നവർ, യേശുവിൽ നിന്ന് നേരിട്ട് പഠിച്ചവർ, യേശുവിൽ നിന്ന് നേരിട്ട് യേശുവിന്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിച്ചവർ, അവരാണ് ഇപ്പോൾ വെളിയിലായിരുന്നത്. അതാണ് അവർ പിന്നെ പറയുന്നത്, ഞങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും നീ ഞങ്ങളുടെ കൈകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. പലരും കിട്ടിയില്ല ഭാഗം. ലൂക്കോസ് ശേഷം 13-ാം അധ്യായം 25 മുതലേക്കാണ് ഞാൻ വന്നത്. മനസ്സിലായി? അപ്പൊ വെളിയിലായത് ചെറിയ പാർട്ടികളല്ല. ഇവര് യേശുവിന്റെ കൂട്ടായ്മയിലൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഞായറാഴ്ച വന്ന് ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ കഥ കൂട്ടിയിരിക്കും. കാരണം യേശു പഠിപ്പിച്ചപ്പോൾ ഞാൻ ആരെയാണ് അറിയുന്നത് എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ചു. യോഹന്നാൻ 10:26. യോഹന്നാൻ 10:26. എന്റെ ആടുകൾ നിങ്ങൾ, അത് എഴുതുമായി പറയും, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം അനുസരിക്കുന്നു. ചിലപ്പോൾ ഈ പിള്ളേരെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരും, പരീക്ഷാ സമയമാകുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോള് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല, പിള്ളേരെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കും, ഏത് ചെവിക്കാണ് കംപ്ലൈൻറ്റ്? ചെവിക്കൊന്നും പ്രശ്നമില്ല, പിള്ളേർ പിന്നെ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുസരിക്കട്ടെ എന്നാണ്. എൻ്റെ ആളുകൾ എൻ്റെ വചനം അനുസരിക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ. ഈ 3 കാര്യങ്ങളാണ്. യേശു എൻ്റെ ഇടയിൽ നിന്നൊക്കെ പാടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൻ്റെ വചനം അനുസരിക്കണം, അവനെ അനുഗ്രഹിക്കണം. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ, ഈ ദുഷ്കാലത്തിൽ, ഈ ദുർഘട സമയത്തിൽ, നിന്ദയും പരിഹാസവും കഷ്ടവും വേദനയുള്ള സമയത്ത് ആ ഇടിഞ്ഞ വഴിയിലൂടെ നടക്കുന്നവരെ ലോകം പരിഹസിക്കും. പക്ഷെ ആ വഴിയിലൂടെ നടക്കുന്നവരെ കർത്താവിനാണ്. കർത്താവ് ഞാനവരെ അറിയുന്നു. 40 വർഷമായിട്ട് കർത്താവിനെ അറിയുന്നു. അത് തന്നെ എൻ്റെ സന്തോഷം. എന്നെ അറിയുന്നൊരു പിതാവിനുള്ളതിനായി സ്തോത്രം. ഒരു വർഷം ഒരു മീറ്റിംഗില്ല, ഒരു ശുശ്രൂഷയില്ല, പെൻഷനില്ല, ശമ്പളമില്ല. എങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ
പട്ടിണി കിട്ടില്ല കേട്ടോ എൻ്റെ അപ്പൻ. എൻ്റെ അപ്പനെ പട്ടിണി കിട്ടില്ല, സ്വർഗത്തിലപ്പൻ. അത്ഭുതം. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ ഫെബ്രുവരി വരെ ഒരു മീറ്റിംഗ്, ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ്, ഈ വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ലോക്ക്ഡൗൺ. കാരണം ഇപ്പോൾ മിക്ക പള്ളികളിലും കൺവെൻഷൻ അച്ഛന്മാരെന്ന് വിളിക്കുന്നത്, ഞങ്ങളുടെ ഹൈമേനികളുണ്ട്. അതൊക്കെ ദൈവം തന്നാലേ ഉള്ളൂ ശുശ്രൂഷ. പക്ഷെ ഒരു വർഷത്തെ ദൈവത്തിൻ്റെ നടത്തിപ്പ് നോക്കിയപ്പോൾ കർത്താവെ അല്പമൊക്കെ പൊടിപ്പും തൊങ്ങലൊക്കെ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ മീറ്റിംഗ് കിട്ടില്ലായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിൻ്റെ സത്യം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് അത് ഇതുവരെയും മായം ചേർക്കാതെ പറയാൻ ദൈവം കൃപയാണ്. അതിന് ദൈവം കഴിഞ്ഞു. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി അവരുടെ അടുത്ത് കർത്താവ് പറഞ്ഞു 1,00,000 രൂപ കൊടുത്തില്ല. ആ വ്യക്തി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ ആൾ കൈവശാണ് എനിക്ക് ആ പൈസ കൊടുക്കുന്നത്. അന്ന് 45,000 രൂപ. 1,00,000 ഉണ്ടെങ്കിൽ 2 പവനേ ഉള്ളൂ. ഞാൻ വന്ന ആളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ 2 പവൻ തരുമെന്നാണ്. കാരണം എനിക്ക് ഒന്നുമില്ല. സുവിശേഷം നിമിത്തം ഞാൻ വലിച്ചെറിഞ്ഞു. ഞാനൊരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നന്മ കിട്ടുമായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ 14 പവൻ കൊടുക്കാൻ അപ്പം തന്നെ അത്രയൊക്കെ കൊടുത്തുള്ളൂ. ഒരുപാട് എനിക്കൊന്നും ഒന്നും കൊടുത്തില്ല. അതില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് സാറേ 101 പവനും 7 ലക്ഷം 8 ലക്ഷത്തിൻ്റെ കാർ മാറ്റി 1 മാസം കഴിയുമ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. രണ്ടാവും. കാരണം ദൈവമില്ല, ദൈവമില്ല, ദൈവബോധമില്ല. വല്ലാത്ത തലമുറയിലാണ് നമ്മൾ. അപ്പോൾ കർത്താവ് എൻ്റെ ആടുകളെ എനിക്കറിയാം. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഈ ദുഷ്ടലോകത്ത്, ഈ ദുഷ്കാലത്ത്, ദുർഘട സമയത്ത് എൻ്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കുന്നവരെ അറിയാം. അവ എന്നെ അനുകരിക്കും. പുറകെ പോവുകയാണ്, വേറെ ഒരാശ്രയമില്ല. പുറകെ പോവുകയാണ്. ഇടേൻ്റെ പുറകെ പോയാൽ നന്മയും കരുണയും എൻ്റെ ആഴ്ചാലമൊക്കെയും എന്നെ പിന്തുടരും. ഇത് പലരും നന്മയുടെ കലയുടെ പുറകെ പോവുകയാണ്, ഒരിക്കലും കിട്ടുന്നില്ല കയ്യിൽ. നമ്മളത് ഇതാ പിടിക്കാൻ പറഞ്ഞ് കയ്യിൽ കിട്ടുന്നില്ല. ഇത് പുറകെ പോകേണ്ട ആളുടെ പുറകെ പോയെങ്കിൽ അത് പുറകെ ലേവിയ അനുഗമിക്കുന്നത് ആരെയാണെന്ന് മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുകയും അതുകൊണ്ട് തിന്നാൻ കുടിക്കാൻ കൊടുക്കാനുള്ളതെല്ലാം തരാനാണ് കർത്താവ്. തരും. അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു യുദ്ധമായിട്ടാണ് പറയുന്നത്. എടുക്കുവാതെ കടപ്പാൻ പോരാടുക. പലരും പോരാടാതെ കടപ്പാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കപ്പെട്ടവരോട് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 1 പത്രോസ് 1-23 വാക്യം. 1 പത്രോസ് 1:23 കെടുതപ്പിക്കുന്നതിനാൽ കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. സകല ജഡവും പുല്ലുപോലും. ഇത് ആളുകൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ദേശം വരുമ്പോൾ പോടെ പുല്ലേന്നല്ലേ വിളിക്കുന്നത്. വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പലർക്കും അറിയണം. എല്ലാ മനുഷ്യരും പുല്ലുപോലെയാണ്. അവൻ്റെ ശരീരം പുല്ലുപോലെയും അവൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയാണ്. പുല്ലുണങ്ങി പൂ വിതറുന്ന. പക്ഷെ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുക്കാൻ വാഞ്ചിക്കുകയും കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും ജനിച്ചത് നല്ല കാര്യമാണ്. കർത്താവിനെ രക്ഷിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ സ്വഭാവം പലതും നമ്മൾ തന്നെ മാറ്റണം. ദൈവം മാറ്റില്ല. ദൈവം മാറ്റില്ല എന്ന് മനസ്സിലാക്കിക്കോട്ടെ. 2 ദിവസം ശരീരം മുഴുവൻ നല്ല വേദന, കുറേ നോക്കി മാറുമെന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് വരാം, ഷുഗർ ഉണ്ടാവും. റിസൾട്ട് കൊണ്ടുവന്ന് കൊടുത്തു. നോക്കിയപ്പോൾ ഷുഗറുണ്ട്.
ഡോക്ടർ പറഞ്ഞു ഇനി മേലാൽ പഞ്ചസാര ഒഴിവാക്കണം, ഷുഗറുണ്ട്, അപ്പോൾ ആഹാരത്തിൽ ക്രമീകരിച്ചാൽ നല്ലത്. വീട്ടിൽ വന്നു ഭയങ്കര വിശ്വാസി, മോളെ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ ഇട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ടേക്കാം, ഒരു ചായയിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പുറത്ത് കൈവച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഈ ചായയിൽ വ്യാപരിക്കുന്ന പഞ്ചസാര എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. വിശ്വസിക്കാൻ വിശ്വാസം കഴിക്കുമോ? പിള്ളേരെ വളർത്ത് കുറച്ചാളെ കൂടെ കിടക്കണമെന്ന് വിത്തം വിത്തം രക്ഷയ്ക്കായി വരും. എത്ര വചനം കേട്ടിട്ടും സ്വഭാവമാകില്ല. സ്വഭാവം നോക്കിയാൽ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ഇനി മാറണം. കർത്താവേ, എനിക്കൊരു അവസരം കൂടെ തന്നു. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം വീട്ടിൽ വായിക്കുന്നത്. അവിടെ ദൈവം ആമോസിനോട് സംസാരിക്കുകയാണ്. എന്നിട്ടും നിങ്ങളുടെ ദേശത്ത് ക്ഷാമം വരുത്തിയിട്ടും, നിങ്ങളുടെ ദേശത്ത് അകർച്ചയായി വരുത്തിയിട്ടും, മഹാമാരി വരുത്തിയിട്ടും, വലിയ വലിയ വിപത്തുകൾ വന്നിട്ടും നിങ്ങളൊന്നും തിരിഞ്ഞില്ല. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവരെന്താ പറയുന്നത്? എനിക്ക് കോവിഡ് വന്നില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം, നല്ല കാര്യം. പക്ഷെ സ്വഭാവം മാറിയോ? അതാണ് ദൈവം എന്നോട് ചോദിച്ചത്. കോവിഡ് വരാത്തതിന് സ്തോത്രം, പക്ഷെ കയ്യിലിരുന്ന് മാറ്റിയോ? ദൈവം പറയാൻ എന്റെ ദൈവത്തെ അത് പഴയ കാലത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് ഒരവസരം കൂടെ തന്നിരിക്കും ദൈവത്തിലേക്ക് ചെയ്യാൻ, ദൈവത്തെ അനുഭവിക്കാൻ, അവൻ്റെ വഴിയിൽ നടക്കുവാൻ, രക്ഷിക്കാൻ വളരുവാൻ. രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളം എന്താണ്? ഞാൻ പറയുന്നത് ഈ വചനത്തോടുള്ള കൊതിയാണ്. ഒരു കുഞ്ഞ്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിച്ചാൽ പാല് കുടിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? പഠിപ്പിക്കണോ? കുഞ്ഞിന് പാല് കൊടുക്കാൻ ആരെങ്കിലും പഠിപ്പിക്കുമോ? അതത് കുടിക്കോളൂ. വീട് കഴിച്ചൊരു വ്യക്തി ഈ വചനത്തെ സ്നേഹിക്കും, ഇത് കുടിക്കും, ഇഷ്ടംപോലെ കൊതിയായിരിക്കും. അതാണ് എൻ്റെ അടയാളം. അല്ലാതെ ഒരു പാട്ടും പ്രാർത്ഥനയും കയ്യടി മാത്രമായ തെറ്റിപ്പോകും. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് കൊണ്ടുപോയാൽ വല്ലാത്ത പോക്കായിരിക്കും. തെറ്റിപ്പോകാതെ അവനെ അനുഗമിക്കാൻ അവൻ്റെ ചൂടുകളില്ലാതാണ്. അതിന് കർത്താവ് നമ്മെ ശക്തിയായിരിക്കും. പ്രാർത്ഥനയ്ക്കാതെ നമുക്ക് എല്ലാവരും ഉണ്ടാവും. ഒരു സമർപ്പണത്തോടെ നമുക്ക് ആ പാട്ട്, പഴയ ഒരു പാട്ട് ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന പാട്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അതെ, ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ചു, ദൈവത്തിന്റെ വഴി അറിഞ്ഞു, ദൈവത്തിന്റെ വഴി നടക്കുന്നതാണ് ക്രിസ്ത്യൻ. ദൈവം എല്ലാവരെയും നടത്തുന്നു. ഈ കോവിഡ് കാലത്ത് ലക്ഷ്മണനെയും ലക്ഷ്മിയെയും രാമനെയും കൃഷ്ണനെയും അബ്ദുൽ ലത്തീഫിനെയും എല്ലാവരെയും ദൈവം കോവിഡിൽ നിന്ന് രക്ഷിച്ച ഒരുപാടുണ്ട്. എത്രയോ ക്രിസ്ത്യാനികൾ മരിച്ചു, എത്രയോ ക്രിസ്ത്യാനികൾ സൗഖ്യമാണ്. എന്നെ പഠിപ്പിച്ചത് ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്, പക്ഷെ തൻ്റെ മക്കൾക്ക് അവൻ പിതാവാണ്. സകല ജഡത്തിൻ്റെയും ദൈവമാണ്, പക്ഷേ തൻ്റെ മക്കൾക്ക് അവൻ പിതാവാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാണ്. എത്ര വലിയ സ്നേഹം നൽകിയില്ല. അവനോട് സദൃശരാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമുക്ക് അവസരങ്ങൾ നമുക്ക് തരുന്നു. അതിനായി വചനം നൽകി, അതിനായി ആത്മാവിനെ നൽകി, അതിനായി ജീവരക്തം നമുക്ക് നൽകി. അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉറപ്പുള്ളവരാകാം. പതറരുത്, ഇടരുത്. നമ്മെ അറിയുന്നവരുണ്ട്. നാൾതോറും അവനെ അനുഭവിക്കാം. ഇങ്ങോട്ടെങ്കിലുമൊക്കെ നടന്നിട്ട് പിന്നെ ചിലപ്പോൾ വന്നാൽ കഥകൾ കൂട്ടിയിരിക്കും. വാതിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല. നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടച്ചത് യഹോവയാണ്. ആ പെട്ടകം പണിത, ചിലപ്പോൾ ആ വാതിൽ ഫിറ്റ് ചെയ്ത മേസ്ത്രി വന്ന് കൊണ്ടിരിക്കുന്നു. നോഹ, ഞാനാണ് ഈ വാതിൽ ഫിറ്റ് ചെയ്തത്. പക്ഷെ നോഹ വിളിച്ചു പറഞ്ഞിരിക്കും, അയ്യോ അത് കൂട്ടിയത് യഹോവയാണ്. യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. വാതിലടയ്ക്കാൻ സമയമാണ്. പള്ളിയുടെ വാതിലൊക്കെ അടച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 11 ഇങ്ങനെ എഴുതുന്നുണ്ട്: എന്റെ ആലയത്തിൽ കടന്നു വന്ന് വെറുതെ യാഗപീഠത്തിങ്കൽ യാഗമർപ്പിക്കുന്നത് തടയാനായി ആരെങ്കിലും അതിന്റെ വാതിൽ അടച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഒന്നേ പറയുകയാണ് ദൈവം.
കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. ഇപ്പോഴാകുന്നു സുഖസാധന. ഇനിയെങ്കിലും അവൻ അനുഗ്രഹിച്ചു. വെറുതെയല്ല, തന്നെത്താൻ നിശ്ചയിച്ചു. നാളോട് നമ്മുടെ കുറിച്ചെടുത്തു. യേശുവിന്റെ കുറിച്ചെടുക്കാൻ യേശു പറയുന്നത് നമ്മുടെ കുറിച്ചെടുത്തു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങൾ ക്രൂശിച്ചുകൊണ്ട് എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ കർത്താവിനെ അനുഗ്രഹിക്കാൻ അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നു. ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നു. അവനെ അനുഗമിക്കുമ്പോൾ ബാക്കി നന്മയെല്ലാം നമ്മുടെ പിറകെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഓരോ പ്രിയപ്പെട്ടവരിലും ഈ ഭാഗക്കാലം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. തീ കത്തുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ തീ ഉള്ളിൽ കത്തുന്നതിനായി സ്തോത്രം. ചില ജീവിതങ്ങളിൽ അത് ഏറ്റെടുത്ത് ആനന്ദിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ പൊരുൾ ഇനിയും അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. ജ്ഞാനത്തിങ്കൽ അത് എന്റെ ഉള്ളിൽ കത്തിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊച്ചുമക്കളെ തരുന്നു, യുവ മക്കളെ തരുന്നു പിതാവേ. ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യവിശ്വാസം ഉറപ്പാണ്, ഉറപ്പാണ്. ക്രിസ്തുവിലുള്ള രക്ഷ ഉറപ്പാണ്. ക്രിസ്തുവിലുള്ള നിത്യജീവൻ ഉറപ്പാണ്. ക്രിസ്തുവിലുള്ള നിത്യ ആനന്ദം ഉറപ്പാണ്. ലോകം തരുന്ന ഉറപ്പൊന്നും ഒരു ഉറപ്പല്ല. ഒരു ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു ഉറപ്പല്ല പിതാവേ. എന്നാൽ അങ്ങ് തരുന്നത് ഉറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, കർത്താവിന്റെ വേല വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അതിൽ വർദ്ധിച്ചു വരേണ്ടതിന് ഈ മക്കളെ അവർക്ക് പ്രകാശിപ്പിക്കണമേ. ഇവർ ഭവനങ്ങളിൽ പ്രകാശിക്കട്ടെ, ദേശത്ത് ഇവർ പ്രകാശിക്കട്ടെ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് തേജസ്സിന്റെ സുവിശേഷം എന്ന വെളിപ്പാടോടുകൂടെ സുവിശേഷ പ്രകാരം ജീവിക്കാൻ ഈ മക്കളെ പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കുന്നവരെ ശരീരത്തിൽ സംഭവിക്കും, ആത്മമണ്ഡലത്തിൽ സംഭവിക്കും, ഭവനത്തിൽ സംഭവിക്കും. പൈശാചിക പോരുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഞങ്ങൾക്ക് എതിരിടുവാൻ ഒരായുധമല്ലേ ഉള്ളൂ. സർവായുധത്തിൽ പിശാചിനെതിരെ ഉപയോഗിക്കാൻ ഒരായുധമല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. വചനം ശക്തിയോട് അവനെതിരെ ഉപയോഗിക്കുവാൻ തക്കമാണ് ഞങ്ങളുടെ കയ്യിൽ അവൻ അഭ്യസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം